മൈഗേറ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗേറ്റ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരുടെ പ്രിപ്പറേഷൻ വേണ്ടി അതിൻ്റെ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന ഒരു ചാനലാണിത്. ഇന്നത്തെ ടോപ്പിക് സെമി കണ്ടക്ടേഴ്സ് ആണ്. അതിനു മുമ്പ് നമുക്ക് ആദ്യം ഇൻസുലേറ്റർ എന്താണ്, കണ്ടക്ടർ എന്താണെന്നും കൂടെ നോക്കാം. ഇൻസുലേറ്ററിന് ഒരു ഉദാഹരണമാണ് കാർബണിൻ്റെ മിക്ക കോമ്പൗണ്ട്സും. കാർബൺ ആറ്റത്തിനാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4 ആണ്. അതിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. അതായത് 6 ഇലക്ട്രോൺ ഉണ്ട്, അതിനകത്ത് 6 പ്രോട്ടോൺ ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4 ആയതുകൊണ്ട് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണാണ് ഉള്ളത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ പറയുന്ന മറ്റൊരു പേരാണ് വാലൻസ് ഷെല്ല്. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസാണ് മിക്കതും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് കാരണം. അപ്പോൾ ആ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. അതിന് സ്റ്റേബിൾ ആവണമെങ്കിൽ 8 ഇലക്ട്രോൺ വേണം. അതിന് വേണ്ടിയിട്ട് അത് മറ്റ് 4 കാർബൺ ആറ്റവുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോണാണ് ഉള്ളത്. അങ്ങനെ 4 കാർബൺ ആറ്റത്തിൻ്റെ ബോണ്ട് കാരണം അതിന് 8 ഇലക്ട്രോൺ കിട്ടുന്നു. ഈ സെൻറ്ററിലുള്ള ആറ്റത്തിന് 8 ഇലക്ട്രോൺ കിട്ടുന്നു വാലൻസ് ഷെല്ലിൽ. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു കോമ്പൗണ്ട്, കാർബൺ ആറ്റത്തിൻ്റെ മിക്ക കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഏതെങ്കിലും ഒരെണ്ണം ജമ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുകയുള്ളൂ. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് കണ്ടക്ഷന് കാരണം. ഇലക്ട്രോൺസ് ഫ്രീ ആകുന്നതോടുകൂടി ചെറിയൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഈ ഇൻസുലേറ്റർ മെറ്റീരിയലിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രോൺ വളരെ ടൈറ്റായിട്ടാണ് ബൗണ്ട് ചെയ്തിരിക്കുന്നത് ആറ്റത്തിനോട്. അതുകൊണ്ട് വളരെ ഹൈ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊരു ഇലക്ട്രോണിനെ പുറത്ത് അടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നോർമൽ വോൾട്ടേജിലൊന്നും ഇത് ഇൻസുലേറ്റർ കണ്ടക്ട് ചെയ്യത്തില്ല. ഹൈ വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻസുലേറ്റേഴ്സ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അതാണ് ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത. അടുത്തതായിട്ട് കണ്ടക്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സോഡിയം ഒരു ഗുഡ് കണ്ടക്ടറാണ്. സോഡിയത്തിൻ്റെ കാര്യം എടുക്കാൻ 11 ആണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ. 11 ആറ്റോമിക് നമ്പർ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാൽ 2, 8, 1 ആണ്. അതായത് വാലൻസ് ആയിട്ടുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണാണ് ഉള്ളത്. ഈ 1 ഇലക്ട്രോൺ എപ്പോഴും ലൂസ്ലി ബൗണ്ടഡാണ്. അതിനാൽ തന്നെ ഈ സോഡിയം ആറ്റം എപ്പോഴും അയോൺ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, പോസിറ്റീവ് അയോൺ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ പോസിറ്റീവ് അയോൺ എന്ന് പറയുമ്പോൾ ആ ഇലക്ട്രോൺ ആറ്റത്തിൽ നിന്ന് വിട്ടു പോകുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. ഈ അയോൺസ് എപ്പോഴും ഇമ്മൊബൈലായിരിക്കും. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് എപ്പോഴും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസിന് ഒരു വോൾട്ടേജ് ഈ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ മെറ്റീരിയൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയലിനെ പറയുന്നതാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് വോൾട്ടേജിൽ തന്നെ ഇത് കണ്ടക്ട് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് സെമി കണ്ടക്ടറിൻ്റെ കേസ് എടുക്കാം. ഇത് കണ്ടക്ടർ പോലെ കണ്ടക്ട് ചെയ്യത്തില്ല, പക്ഷേ ഇൻസുലേറ്റർ പോലെ ഇൻസുലേറ്റും ചെയ്യത്തില്ല. അതായത് സെമി ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് കണ്ടക്ടിവിറ്റി എപ്പോഴും കണ്ടക്ടറിനും സെമി കണ്ടക്ടറിനും ഇടയിലായിരിക്കും. സിലിക്കൺ ആണ് ഒരു ഉദാഹരണം. സിലിക്കണിൻ്റെ കേസ് എടുക്കാൻ ആറ്റോമിക് നമ്പർ 14 ആണ്. 2, 8, 4 ആണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് വാലൻസ് ഷെല്ലിൽ എപ്പോഴും 4 ഇലക്ട്രോണാണ് ഉണ്ടാകുന്നത് ആറ്റത്തിൻ്റെ. ഇതൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഇത് 8 ഇലക്ട്രോൺ ആക്കി മാറ്റാനായിട്ട് ബാക്കിയുള്ള 4 സറൗണ്ടിങ് ആയിട്ടുള്ള 4 സിലിക്കൺ ആറ്റമായിട്ട് കോവാലന്റ് ബോണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് മൂലം ആ സെൻറ്ററിലുള്ള ആറ്റത്തിന് നിങ്ങൾ ഈ പടത്തിൽ കാണുന്ന പോലെ 8 ഇലക്ട്രോൺ ആയിട്ടുണ്ട്. പക്ഷേ ഇനി ഇങ്ങനെയാണ് എല്ലാ ആറ്റത്തിനും അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതുകൊണ്ട് എല്ലാത്തിനും 8 ഇലക്ട്രോൺ ഉണ്ട്. ഈ 8 ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്ത് ചാടുമ്പോഴാണ് അത് ഫ്രീ ഇലക്ട്രോൺ ആവുന്നത്. ഈ പുറത്ത് ചാടാൻ വേണ്ടി അധികം എനർജി ഒന്നും വേണ്ട, പക്ഷേ എന്നാലും കണ്ടക്ടറിനേക്കാളും കുറച്ച് കൂടുതൽ എനർജി വേണം. അതുകൊണ്ട് ഇത് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടക്ടർ എന്താണെന്ന് പഠിച്ചു, ഇൻസുലേറ്റർ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് സെമി കണ്ടക്ടറിൻ്റെ ആവശ്യം? കണ്ടക്ടർ നന്നായിട്ട് കണ്ടക്ട് ചെയ്യും, ഇൻസുലേറ്റർ ഒട്ടും കണ്ടക്ട് ചെയ്യത്തില്ല. പിന്നെ സെമി കണ്ടക്ടർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ലെവലിലോട്ട് അതിൻ്റെ കണ്ടക്ടിവിറ്റി മാറ്റാൻ പറ്റും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോപ്പിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ എന്താണ് ഡോപ്പിംഗ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.